SPC പദ്ധതിയുടെ ആശയ രൂപീകരണത്തിലും പദ്ധതി നിർവഹണത്തിലും മുഖ്യ പങ്ക് വഹിച്ച പോലീസ് ഓഫീസർ ആരാണ്? പി. വിജയൻ IPS. പി. വിജയൻ IPS. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന SPC ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികളിൽ അച്ചടക്കം, നിയമബോധം, പൗരബോധം, സാമൂഹിക പ്രതിബദ്ധത, പരിസ്ഥിതി സ്നേഹം എന്നീ സദ്ഗുണങ്ങൾ വളർത്തിയെടുത്ത് അവരെ മികച്ച ഭാവി പൗരന്മാരായി വളർത്തിയെടുക്കാനാണ് SPC പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. SPC എന്നതിൻ്റെ പൂർണ്ണരൂപം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. SPC ആരംഭിച്ചത് എന്നാണ്? 2010 ആഗസ്റ്റ് 2 ആരംഭിച്ചത്. SPC ആദ്യം ആരംഭിച്ച സംസ്ഥാനം കേരളം. കേരളത്തിലാണ് ആദ്യം. SPCയുടെ ആപ്തവാക്യം എന്ത്? വി ലേൺ ടു സെർവ്. ഞങ്ങൾ സേവിക്കാൻ പഠിക്കുന്നു. കേരള പോലീസ് ഏത് വകുപ്പുമായി ചേർന്നാണ് SPC ആരംഭിച്ചത്? പൊതുവിദ്യാഭ്യാസ വകുപ്പ്. SPC പദ്ധതി ആരംഭിച്ച കാലത്ത് മുഖ്യമന്ത്രി ആര്? VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ. ദേശീയ തലത്തിൽ SPC ആരംഭിച്ച വർഷമേത്? 2018. കേരളത്തിന് പുറത്ത് SPC പദ്ധതി ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് SPC പദ്ധതി കേരളത്തിന് പുറത്ത് ആദ്യമായി നടപ്പാക്കിയത്. ദേശീയ തലത്തിൽ SPC ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്. SPC ഗീതം ആരംഭിക്കുന്നത് ഏത് വരികളോടെയാണ്? ഉണർന്നിരിക്കും ഹൃദയങ്ങൾ എന്ന് തുടങ്ങുന്ന വരികളിൽ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ. SPC ഗീതം രചിച്ചതാര്? K. ജയകുമാർ IAS. SPCയുടെ ദേശീയ ഗീതം ആരംഭിക്കുന്ന വരികളേത്? പങ്ക് നയേ ഹേ നയി ഹേ ഉഡാൻ. പങ്ക് നയേ ഹേ നയി ഹേ ഉഡാൻ. SPC ദേശീയ ഗീതം ആലപിച്ചതാര്? ബോളിവുഡ് ഗായകനായ ഷാൻ. SPC പതാകയുടെ നിറം നീല നിറം. നീല നിറമാണ്. SPC അംഗങ്ങളായ കുട്ടികളെ പെട്ടെന്ന് തിരിച്ചറിയാനായി എന്ത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? പോലീസിൻ്റെ കാക്കി യൂണിഫോം. SPC അംഗങ്ങൾ കാക്കി യൂണിഫോമിന് ഒപ്പം ധരിക്കുന്ന നീല തൊപ്പിയുടെ പേര്? ബീററ്റ് ക്യാപ്പ്. ബീററ്റ് ക്യാപ്പ്. SPC ദിനം എന്നാണ് ആചരിക്കുന്നത്? ആഗസ്റ്റ് 2 SPC ദിനം ആചരിക്കുന്നത്. ദേശീയ തലത്തിൽ SPC ദിനം എന്നാണ് ആചരിക്കുന്നത്? ദേശീയ തലത്തിൽ SPC ദിനം ജനുവരി 17 ആചരിക്കുന്നത്. SPCയുടെ ഒരു പ്ലാറ്റൂണിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടാവുക? 22 പേര്. ഒരു വിദ്യാലയത്തിൽ SPCയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടാവുക? 44 പേർ. 2 പ്ലാറ്റൂണുകളിലായി 44 പേരാണ്. SPC പദ്ധതിയിൽ അംഗമാവുന്ന ഒരു കുട്ടിക്ക് എത്ര വർഷത്തെ പരിശീലനമാണ് ലഭിക്കുന്നത്? 2 വർഷം. 2 വർഷത്തെ പരിശീലനം. ഏതൊക്കെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് SPCയിൽ അംഗമായിരിക്കാൻ സാധിക്കുന്നത്? 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. 8, 9 ക്ലാസുകൾ. കേരളത്തിൽ SPC എത്ര തലത്തിലാണ് ഉള്ളത്? 3 തലത്തിൽ. സ്റ്റേറ്റ്, ജില്ല, സ്കൂൾ എന്നിങ്ങനെ 3 തലത്തിൽ. സംസ്ഥാന തലത്തിൽ
SPCയുടെ ചുമതലയുള്ള ഉയർന്ന പദവി ഏതാണ്? സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ. കേരളത്തിലെ ആദ്യത്തെ SPC സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ ആരാണ്? P. വിജയൻ IPS. P. വിജയൻ IPS. കേരളത്തിൽ ഇപ്പോഴത്തെ SPC സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ ആരാണ്? S. അജീത ബീഗം IPS. S. അജീത ബീഗം IPS. SPCയുടെ ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്? DYSP. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. SPC ജില്ലാതല ഉപദേശക സമിതി രക്ഷാധികാരി ആരാണ്? ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ. GK ക്വിസുകൾക്ക് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളതെങ്കിലും ഭരണ സൗകര്യത്തിന് എത്ര SPC ജില്ലകളാണ് ഉള്ളത്? 20 ജില്ലകൾ. സ്കൂൾ തല SPC ഉപദേശക സമിതിയുടെ ചെയർപേഴ്സൺ ആരാണ്? ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്. സ്കൂൾ തലത്തിൽ SPCയുടെ ചുമതല വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പേര്? DI. ഡ്രിൽ ഇൻസ്ട്രക്ടർ. സ്കൂളിൽ SPCയുടെ ചുമതലയുള്ള അധ്യാപകന്റെ സ്ഥാനപ്പേര് എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് CPO, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ എന്നാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് മേധാവിയുടെ സ്ഥാനപ്പേര്? DGP, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആരാണ്? റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസിന്റെ നിയന്ത്രണം ആഭ്യന്തര വകുപ്പിനാണ്. ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തല. കേരളത്തിൽ SPC ആസ്ഥാനമായ വിദ്യാലയം ഏതാണ്? ചാല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം. SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേര് എന്താണ്? ദൃശ്യപാഠം, വിഷ്വൽ ലെസൺ. SPCയിൽ അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ കാൽപാദങ്ങളുടെ കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? 30 ഡിഗ്രി. 30 ഡിഗ്രി ആയിരിക്കണം. സ്റ്റാൻഡ് ഈസ് പൊസിഷനിൽ കാലുകൾ തമ്മിലുള്ള അകലം എത്രയായിരിക്കണം? സ്റ്റാൻഡ് ഈസ് പൊസിഷനിൽ കാലുകൾ തമ്മിൽ 10 ഇഞ്ച് അകലമാണ് ഉണ്ടായിരിക്കേണ്ടത്. 10 ഇഞ്ച്. SPCയുടെ ക്വിക്ക് മാർച്ചിങ്ങിൽ കാലുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കണം? 24 ഇഞ്ച്. 24 ഇഞ്ച്. റോഡ് സുരക്ഷയ്ക്കായുള്ള സംസ്ഥാനതല ബോധവൽക്കരണ പരിപാടിയിൽ SPC പ്രൊജക്ട് തിരഞ്ഞെടുത്ത അതോറിറ്റി ഏതാണ്? കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി. കേരള ഹൈക്കോടതിയുടെ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി SPC പ്രോജക്റ്റ് തിരഞ്ഞെടുത്ത അതോറിറ്റി ഏതാണ്? കേരള ലീഗൽ സർവീസസ് അതോറിറ്റി. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി. SPC നടപ്പാക്കിയ സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻറ് ലേസൺ ഓഫീസറുടെ ചുമതല ആർക്കാണ്? സ്കൂളിനടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർക്ക്. ലോക്കൽ പോലീസ് ഇൻസ്പെക്ടർ. SPC പദ്ധതിയുടെ പ്രമേയം എപ്പോൾ എവിടെ വെച്ചാണ് ദേശീയ തലത്തിൽ അംഗീകരിച്ചത്? 2011 41ാമത് അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസ് ഡെറാഡൂണിൽ വെച്ച് നടന്നപ്പോൾ അവിടെ വെച്ചാണ് അംഗീകരിച്ചത്. കേരള പോലീസും SPCയും ചേർന്ന് നടപ്പാക്കുന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ പേര്? ശുഭയാത്ര. ശുഭയാത്ര. ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം, മസ്കോട്ട് എന്താണ്?
പപ്പു എന്നു പേരുള്ള സീബ്ര. പപ്പു എന്ന സീബ്ര. സർദാർ വല്ലഭഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് നാഷണൽ പോലീസ് അക്കാദമി. SPC ആരുമായി ചേർന്നാണ് ഊർജ സംരക്ഷണ പദ്ധതി നടപ്പാക്കി വരുന്നത്? BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. SPC പദ്ധതിയെ ആദ്യമായി പ്രശംസിച്ച പ്രധാനമന്ത്രി ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ്. വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഏത് വകുപ്പാണ് SPC പദ്ധതിയിൽ നേതൃത്വം നൽകുന്നത്? ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പാണ്. SPC മറ്റു ക്വിസ് വീഡിയോകൾക്ക് യൂണിസ് വിജയപാത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്ത് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പൊതുവിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും നേതൃത്വം നൽകുന്ന SPC പദ്ധതിയുമായി സഹകരിക്കുന്ന മറ്റു പ്രധാന വകുപ്പുകൾ ഏതെല്ലാം? ഗതാഗതം, വനം, എക്സൈസ്, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളും പദ്ധതിയുമായി സഹകരിച്ചു വരുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? N. ഷംസുദ്ദീൻ. NIA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. CRPF എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. CISF എന്നതിൻ്റെ പൂർണ്ണരൂപം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. CBI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. കേരളത്തിൽ പുതുതായി കൊണ്ടുവന്ന ലഹരി വിരുദ്ധ പ്രവർത്തന പദ്ധതിയുടെ പേര്? ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. ഇപ്പോൾ തന്നെ ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.